എഗ്ഗും പനീരും വെജിറ്റബിൾസും എല്ലാം കൂടിയുള്ള ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ സോനാ മസൂരി എടുത്തിട്ടുണ്ട്. അപ്പോൾ സോനാ മസൂരി അരി ഞാനൊരു ഹാഫ് ആൻ അവർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർത്തി വെച്ചതിന് ശേഷം അതെടുത്ത് കഴുകി തിളക്കുന്ന വെള്ളത്തിലേക്ക് അല്പം ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്ത് അതൊന്ന് കുക്കാവുന്നത് വരെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് കളയുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ ആ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് വളരെ നേർങ്ങനെ ആയിരിക്കണം കട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ക്യാരറ്റും ഒനിയനും കുറച്ച് മല്ലി ലീവ്സും ക്യാപ്സിക്കും ബീൻസും എടുത്തിട്ടുണ്ട് വെജിറ്റബിൾസായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി അല്പം അധികം വെളുത്തുള്ളി എന്ത് ചെയ്യുക, നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓനിയൻ ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സ്പ്രിംഗ് ഓനിയൻ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാനിവിടെ മല്ലി ലീവ്സ് കുറച്ച് എടുത്തത്. അപ്പോൾ എഗ്ഗും പനീറും ആക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പനീർ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിനകത്തേക്ക് ഉപ്പും ചില്ലി പൗഡറും പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്ത് അതൊരു പാനിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പനീർ പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അതുപോലെ എഗ്ഗ് ഇതുപോലെ അല്പം ഉപ്പും പെപ്പർ പൗഡറും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് എന്താണ് മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതിനായിട്ട് ഒരു പാൻ എടുക്കുക. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്ന സമയത്ത് ആ ഒരു ചൈനീസ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓയിലിൽ ഈ വെളുത്തുള്ളി ബ്രൗൺ കളറാകുമ്പോൾ ഉള്ള ഒരു ഫ്ലേവർ ആ എണ്ണയിലേക്ക് ഇറങ്ങണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രൈഡ് റൈസ് ആയാലും നമ്മൾ നൂഡിൽസ് പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും എനി ചൈനീസ് ഐറ്റം നമ്മുടെ മഞ്ചൂരിയൻ ഐറ്റംസ് ആയാലും ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് ആ ഒരു വെളുത്തുള്ളി ആ ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഞാനിവിടെ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ആ സൺഫ്ലവർ ഓയിൽ അല്പം ചൂടായതിന് ശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നത്. വെജിറ്റബിൾസിൽ അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒന്ന് വെജിറ്റബിൾസ് ജസ്റ്റ് ഒരു കുക്കാവുന്നത് വരെ നമ്മൾ കാത്തിക്കണം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കുക്കായി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പെപ്പർ പൗഡറും സോയാ സോസ്, അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസും നൂഡിൽസും ചൈനീസ് ഐറ്റംസൊക്കെ ആക്കാനുള്ള സോയാ സോസ് അവൈലബിളാണ് മാർക്കറ്റിൽ. അപ്പോൾ ഈ സോയാ സോസും പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുത്ത് അതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച പനീറും മുട്ടയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കുക്ക് ചെയ്തിട്ട് മാറ്റിയിട്ട് വെച്ച് റൈസ് എന്ത് ചെയ്യുക, നല്ലോണം അടർത്തി ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഒരു കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള നല്ല ഫ്ലേവറുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറായി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഹെൽത്തിയാണ്. നമ്മൾ പനീറുണ്ട്, എഗ്ഗ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ മക്കളൊക്കെ നല്ലോണം തിന്നുട്ടോ, നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ടേസ്റ്റിൽ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം മാക്സിമം വേറെ ഏതെങ്കിലും ഓയിൽസ് എടുക്കാൻ ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ, ഇല്ലെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ എക്സ്ട്രാ ഇതിനകത്തേക്ക് വരും. അപ്പോൾ സൺഫ്ലവർ ഓയിലാക്കിയാലും വേറെ ഏത് റിഫൈൻഡ് ഓയിലാക്കിയാലും നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് സംഭവം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഇനി.